എൻ്റെ പേര് അന്ന മരിയ. ഞാൻ മുംബൈയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 1 വർഷമായിട്ട് കാലിൽ അലർജി ഉണ്ടായിരുന്നു. രണ്ട് കാലിലുണ്ട്. അലർജി എങ്ങനെയത്? ഇങ്ങനെ വെറുതെ ചൊറിഞ്ഞ പൊട്ടലാണോ? ചൊറിയുമ്പോൾ ഇങ്ങനെ അലർജി. അപ്പോൾ മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ എൽറൂഹ വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മാസം ഏപ്രിലിന് കൗൺസിലേഴ്സിൻ്റെ ധ്യാനം പങ്കെടുത്തു. അപ്പോൾ കൗൺസിലിംഗ് നടത്തിയ സമയത്ത് എന്നോട് ബ്രദർ പറഞ്ഞു ഇങ്ങനെ അലർജി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പോൾ ബ്രദർ പറഞ്ഞു ഇങ്ങനെ ഒലീവ് ഓയിൽ തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ 1 മാസമായിട്ട് എനിക്ക് ആ അലർജി പൂർണ്ണമായിട്ട് മാറി. നന്ദി പറയാട്ടോ. എൻ്റെ പേര് റൂബി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു കൗൺസിലേഴ്സിൻ്റെ. അപ്പോൾ ആ ധ്യാനത്തിൽ ഇപ്പോൾ ഞാനും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതെന്ന് വെച്ചാൽ കുറേ വർഷമായി 1-2 വർഷമായി എൻ്റെ മമ്മിക്ക് ശക്തമായ ചുമയായിരുന്നു. പല ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ട് ഒന്നും കുറയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ മമ്മിയുടെ അസുഖം മാറി എന്നോട് സാക്ഷ്യപ്പെടുത്താമെന്ന്. അതുപോലെ സഹനപാതയിൽ അവിടെയും പോയി നിയോഗം എഴുതി വിശ്വാസപ്രമാണം ചൊല്ലി മുട്ടയെ നീന്തി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ മമ്മിക്ക് ഒരു ചുമയോ ഒന്നും ഉണ്ടായിട്ടില്ല. വർഷങ്ങളായിട്ടുള്ള ചുമയായിരുന്നു. നീന്തി പ്രാർത്ഥിച്ചു, അല്പം ത്യാഗെടുത്ത്. രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മമ്മിയുടെ കാലിന് നല്ല നീരും ഉണ്ടായിരുന്നു. നീരും എന്ന് പറഞ്ഞാൽ നല്ല വേദനയും. എപ്പോഴും രാവിലെ എണീറ്റുമ്പോൾ കുറച്ച് കുറവാണെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ശക്തമായ നല്ല നീരായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ എല്ലാ ദിവസവും അത്ഭുതമാല കൂടാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞു കാലിന് നീരും വേദനയും ഉള്ള ഒരാളെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ച് പിറ്റേ ദിവസം തൊട്ട് മമ്മിക്ക് കാലിലൊരു നീരോ ഒരു വേദനയോ ഉണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ട് അത് മാറി. പിന്നെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾ മുംബൈയിലാണ്. എനിക്കൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ട്. ഞാനിങ്ങനെ ഇവിടെ എനിക്ക് കിട്ടുന്നതിൻ്റെ ഓഹരിയിൽ ദശാംശം കൊടുത്ത് ചെയ്യാമെന്ന് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ എൻ്റെ ഓൺലൈൻ ബിസിനസ് നന്നായി മുന്നോട്ട് പോവുകയും സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ പോവുകയും ചെയ്തു. ഇത്രയധികം അനുഗ്രഹം ദൈവം തന്നതിനെ ഓർത്ത് ഞങ്ങൾ 1000 നന്ദി പറയാം.